കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയുള്ള സമയത്ത്, പാർട്ടി പരാജയപ്പെട്ടുന്ന സമയത്ത്, പാർട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും അധികാരമുള്ള സമയത്ത് എന്നാ പിന്നെ ഞാനും കോൺഗ്രസ് ആവാന്ന് വിചാരിച്ചു വന്ന ഒരാളല്ല. അതെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ ഒരാളാണ്. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ പാലക്കാട്ടെ ജനങ്ങൾക്കും കഴിയും. ബാക്കിയെല്ലാം ഇപ്പോൾ കോഴിക്കോടും വടകരയുടെ ഭാഗമായിട്ടൊക്കെ വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റാണ് UDFന്റെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സാധ്യമാക്കാൻ ജനങ്ങൾക്കിടയിൽ നിന്ന് പോരാടാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത പട്ടികയും അതുപോലെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഓപ്ഷനാണ്, KPCCയുടെ ഓപ്ഷനാണ്, പാലക്കാട്ടെ നേതൃത്വത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഓപ്ഷനാണ് രമേശ് പിഷാരടി. തിരികെ വരണമെങ്കിൽ പിഷാരടി ഒരു പാലമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്നോട് നേരത്തെ ചോദിച്ചായിരുന്നു. ഇപ്പൊ അതിലൊന്നും ഓർമ്മയില്ലേ? അന്ന് പിന്നെ എനിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അന്ന് പാലം എന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ പിന്നെ സിറ്റിംഗ് MLA മത്സരിക്കാത്ത സാഹചര്യത്തിൽ പോലും ആ പാലത്തിൽ തിരികെ പോയിട്ട് മത്സരിക്കുകയല്ലേ ചെയ്തു. ഇതേ ചോദ്യം അന്ന് സ്ഥാനാർത്ഥി നിർണയിച്ചപ്പോഴും നടന്നായിരുന്നു. എനിക്കിപ്പോ ഒരു പാലം വടകരയിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടല്ലോ. ആ പാലത്തിലൂടെ ആ യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ആ പാലത്തിലൂടെ ഞങ്ങൾ നടത്തുന്ന യാത്രയിൽ മെയ് 4-ാം തീയതി കഴിയുമ്പോൾ ആ പാലത്തിൽ ഞങ്ങൾ നടക്കുമ്പോൾ കുറച്ച് കോൺഗ്രസിന്റെ UDFന്റെ MLA മാരൂടെ ഉണ്ടായിരിക്കും വടകരയിൽ. അതും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എല്ലാ MP-മാരും മത്സരിക്കുന്നു എന്ന് വാർത്ത കൊടുത്തു നിങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്ന MP-മാർ മത്സരിക്കുന്നില്ല. സന്തോഷം. ഇല്ല, സ്ഥാനാർത്ഥി പട്ടിക പിന്നെ കഴിഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിൽ ഇനിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാനുണ്ടല്ലോ. സീറ്റുകളെല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. വെയിറ്റ് ആൻഡ് സീ.